പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും എൻ്റെ ശ്രോതാക്കളുമായി അല്പസമയം ഒരു അനുഗ്രഹീത സന്ദേശവുമായി ആയിരിക്കാൻ എനിക്ക് അവസരം നൽകുന്ന സർവേശ്വരന ദൈവത്തിന് സകല മഹത്വവും മാനമർപ്പിക്കുകയാണ്. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ദൈവികമായ രക്ഷ നമുക്കെങ്ങനെ കരസ്ഥമാക്കാം, എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റും, അതിനെന്താണ് വഴി? ദൈവത്തിൻ്റെ രക്ഷയെ പ്രാപിപ്പാൻ, നിത്യരക്ഷ പ്രാപിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നിയമത്തിൽ ഒരു ജയിൽ സൂപ്രണ്ട് തടവുള്ളിയായിരുന്ന പൗലോസിനോടും ശീലാസിനോടും കരാഗ്രഹ പ്രമാണിയായിരുന്നവൻ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എങ്ങനെയാണ് രക്ഷ സാധിക്കുന്നത്? അവർ പറഞ്ഞ മറുപടിയോ അതിങ്ങനെയായിരുന്നു, ഒറ്റ വാക്കിൽ എല്ലാം അതിനകത്തടങ്ങുന്ന ഒരു മറുപടി: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ കരസ്ഥമാക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല. സൽപ്രവൃത്തികൾ നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് രക്ഷ കിട്ടുമെന്നാരും ചിന്തിക്കരുത്. നമുക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ മറ്റുള്ളവർക്ക് അത് ചെയ്യണമെന്നാണ് വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കൊരു സഭയിൽ അംഗത്വം എടുത്തതുകൊണ്ട്, വേർപെട്ടൊരു സഭയിൽ അംഗത്വം എടുത്തതുകൊണ്ട് രക്ഷ കിട്ടി എന്നാരും ചിന്തിക്കേണ്ട. കാരണം അതൊന്നല്ല രക്ഷ സാധ്യമാക്കാനുള്ളൊരു വഴി. പിന്നെയോ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നതുകൊണ്ടോ പണം ചെലവഴിക്കുന്നത് കൊണ്ടോ ഇന്നും നമുക്കൊരു നിത്യരക്ഷ കരസ്ഥമാക്കാൻ കഴിയത്തില്ല. അതൊക്കെ ചെയ്യണം. അതൊക്കെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതുകൊണ്ടോ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിച്ചതുകൊണ്ടോ ഒന്നും രക്ഷ കൈവരിക്കാൻ പറ്റത്തില്ല. പലരും പലയിടങ്ങളും സന്ദർശിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയാണ്, പക്ഷേ അവിടെ ഒന്നുമല്ല രക്ഷ. മതങ്ങൾ നമ്മളെ രക്ഷിക്കത്തില്ല. മതം മനുഷ്യനുണ്ടാക്കിയതാണ്. മതമെന്ന് പറയുന്നത് അഭിപ്രായമെന്നാണ് അർത്ഥം. ഇപ്പം മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് മതം ചലിക്കുന്നത്. പക്ഷെ മതമല്ല നമ്മെ രക്ഷിക്കുന്നത്. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നമുക്ക് രക്ഷിക്കത്തില്ല. ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയോ അതിൻ്റെ നേതാക്കന്മാരോ നമുക്ക് രക്ഷ പറഞ്ഞു തരത്തില്ല. രക്ഷ നമുക്ക് അവരിലൂടെ കിട്ടുകയില്ല. നമ്മുടെ വിദ്യാഭ്യാസം നല്ലതാണ്, പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് രക്ഷ നമുക്ക് നിത്യരക്ഷ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങളൊന്നും രക്ഷിക്കപ്പെടാൻ അതൊന്നും ഒരു കാരണമല്ല. പിന്നെയോ മരണാനന്തര കർമ്മങ്ങൾ. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷ സാധിച്ചെടുക്കാമെന്ന് കരുതിയാൽ അത് നടക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് രക്ഷ പ്രാപിക്കാൻ കഴിയുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്കതിന് മറുപടി കൊടുക്കാം. എന്നാൽ അത്ര ഗൗരവമായൊരു വിഷയം കൂടിയാണ്. രക്ഷ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, യേശുവിൽ കൂടെ മാത്രം. ലോകരക്ഷകനായി അവതരിച്ച ദൈവപുത്രനായ യേശുവാണ് രക്ഷകൻ. ആ രക്ഷകനല്ലാതെ മറ്റൊരു രക്ഷകൻ ഈ ഉലകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല. രക്ഷയുടെ സ്രോതസ്സ് എന്ന് പറയുന്നത് സർവശക്തനായ കർത്താവാണ്. രക്ഷ യേശുവിൽ കൂടി മാത്രമേ ഉള്ളൂ. രക്ഷ യേശു നൽകുന്ന ദാനമാണ് എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുക. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. രക്ഷയുടെ മുഖാന്തരം ചൊരിയപ്പെട്ട പുതിയ നിയമത്തിൻ്റെ രക്തമാണ്. കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളെ തൂങ്ങപ്പെട്ട് നിൽക്കുന്ന യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കാൽവരി ക്രൂശ് വരെയും ഊറ്റി അവസാനത്തുള്ള രക്തം വരെയും ഒഴിച്ച് നമ്മെ സ്നേഹിച്ച സ്നേഹം നിത്യരക്ഷ നമുക്ക് എന്ത് ചെയ്തു? സൗജന്യമായി നൽകുന്നതാണ്. രക്ഷ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നും നമുക്ക് രക്ഷ ലഭിക്കുകയല്ല. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ആശ്രയിക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം, ദൈവനാമത്തിൽ ശരണപ്പെടണം. നിത്യരക്ഷ യേശുവിൽ കൂടി മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപയാലാണ് അത് ലഭിക്കുക. എല്ലാവർക്കും അത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതലിന്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക്, അതാരുമാകട്ടെ, ഏത് മതത്തിലുള്ള വ്യക്തിയുമാകട്ടെ, യേശുവിനെ വിശ്വസിച്ചാൽ അവന് നിത്യരക്ഷ സൗജന്യമായി ലഭിക്കുവാനിടയായിത്തീരും. രക്ഷ എപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. രക്ഷയ്ക്കുള്ള ഉപാധി യേശുവിലുള്ള മനുഷ്യൻ്റെ വിശ്വാസമാണ്. കൃപയാലല്ലോ, വചനം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു രക്ഷദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാനായി നാം വിശ്വാസത്തിൻ്റെ കൈകൾ നീട്ടണം. നമ്മളത് വാങ്ങിച്ചെടുക്കണം കരങ്ങൾ കൊണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, മറ്റൊരു പോംവഴിയില്ല. വേദപുസ്തകത്തിൽ മനോഹരമായി രക്ഷയെക്കുറിച്ച് എഴുതി ചേർത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം: മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയ ശ്രോതാക്കളെ, രക്ഷയ്ക്ക് കുറുക്കു വഴികളില്ല. അതുകൊണ്ട് ആ രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുവാൻ
താങ്കളുടെ ഹൃദയം യേശുവിന് വിട്ടുകൊടുക്കുക. യേശു രക്ഷകനാണെന്ന് അംഗീകരിക്കുക. പാപത്തെ മുഴുവനും എടുത്തു കളയുന്ന, നമ്മുടെ ശാപത്തെ അഴിച്ചു കളയുന്ന, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് നിറഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന നിത്യരക്ഷ പ്രദാനം ചെയ്യുവാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ യേശുവിൽ വിശ്വസിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ നിന്നും ഞാനിരിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.